കൈക്കൂലി ആരോപണം നേരിട്ട ഇ.ഡി. ഡെപ്യൂട്ടി ഡയറക്ടർക്കെതിരെ കേന്ദ്ര നടപടി. പി രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കി. ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥന് നിർബന്ധിത വിരമിക്കൽ. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, എപ്പോഴാണ് ഈ നടപടി ഉണ്ടായത്? ഇത് സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി വന്നിരിക്കുന്നത്. 56J സെക്ഷൻ 56J പ്രകാരമുള്ള ഒരു നടപടിയാണ്. വളരെ ശക്തമായൊരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇ.ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് പി രാധാകൃഷ്ണൻ. പി രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കിയിരിക്കുന്നു. നിർബന്ധിത വിരമിക്കൽ എന്നതാണ് ആ നിർദ്ദേശമായി വരികയും ചെയ്തിട്ടുള്ളത്. അതിൽ ഒപ്പുവെച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പി രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അദ്ദേഹം നേരത്തെ ഈ നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസടക്കം അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ്. അന്ന് ശിവശങ്കറിന്റെ അറസ്റ്റിനടക്കം നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു ഘട്ടത്തിലേക്ക് കേസ് പോയപ്പോൾ അതിൽ ഒത്തുതീർപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്ന ആക്ഷേപം ശക്തമായിരുന്നു. അന്ന് BJP ഉൾപ്പെടെ ഈ ആക്ഷേപം ഉയർത്തിയിരുന്നു. അതോടൊപ്പം മറ്റ് ചില സുപ്രധാനമായിട്ടുള്ള കേസുകളിലും ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ, അസാധാരണമായിട്ടുള്ള ഇടപെടൽ, വഴിവിട്ട ഇടപെടൽ ഇദ്ദേഹം നടത്തിയെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റി തിരിച്ച് പിന്നീട് വീണ്ടും കൊച്ചിയിലെത്തുകയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് അനീഷ് ബാബു, കശുവണ്ടി വ്യവസായിയായിട്ടുള്ള അനീഷ് ബാബു ഒരു ആരോപണം ഇ.ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ ഈ പി രാധാകൃഷ്ണന്റെ പേരും പങ്കുവച്ചിരുന്നു. പക്ഷെ പിന്നീട് അതിൽ പി രാധാകൃഷ്ണൻ അല്ല എന്ന തിരുത്തടക്കമുള്ള കാര്യങ്ങളും വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിലും മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ടടക്കം ആരോപണ വിധേയനായിരുന്നു. അങ്ങനെ ആഭ്യന്തര അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക്, ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു സുപ്രധാന നടപടി ഉണ്ടായിരിക്കുന്നത്. ആരോപണം നേരിട്ട പി രാധാകൃഷ്ണൻ എന്ന മലയാളി ഇ.ഡി ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്. നിർബന്ധിത വിരമിക്കൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പി രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കുന്നു. ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥന് നിർബന്ധിത വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എസ് രാഗിനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.